ദൈവത്തോടുള്ള സ്നേഹവും കരുതലും ഒട്ടും കുറവല്ലായിരുന്നു. അങ്ങനെ അബ്രഹാമിന് 100 വയസ്സായപ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ അവർക്ക് നല്ല സുന്ദരനായ ആൺകുഞ്ഞിനെ അവർക്ക് കൊടുത്തു. സാറയും അബ്രഹാമും അവരെ സ്നേഹിച്ച് ലാളിച്ച് ഒക്കെ വലുതാക്കി. ഇസഹാക്കെന്നായിരുന്നു ഇതിന്റെ പേര്. ഇസഹാക്കിന് 12 വയസ്സായപ്പോൾ പെട്ടെന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം, അബ്രഹാം, ഇതാ ഞാൻ നിന്റെ ഓമനപുത്രനായ ഇസഹാക്കിലേക്ക് ദഹനബലിയായിട്ട് സമർപ്പിക്കണം. ഇത് കേട്ടുടനെ അബ്രഹാം അതീവ ദുഃഖിതനായി. ദഹനബലി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ? വെച്ച് ഒരു പന ഉണ്ടാക്കി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ ആടിനെ കടത്തി തീ കൊളുത്തി ആണ് പണ്ട് ദൈവം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആളുകൾ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിച്ചു. അതിരാവിലെ എഴുന്നേറ്റ് കഴുതയും 2 വേലക്കാരെയും ഇസഹാക്കിനെ കൂട്ടി മോറിയ ദേശത്തേക്ക് പോയി. അവിടെ കഴുതയും നിങ്ങളും മകളും ഇട്ട് ഞാനും മകനും പോയി ആരാധിച്ചിട്ട് വരാം. അങ്ങനെ കഴുതക്ക് വെച്ചിട്ട് ഉണ്ടാക്കി അതിൻ്റെ മുകളിലായിട്ട് വിറകൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഇസഹാക്കിനെ കിടത്തി. പെട്ടെന്ന് എനിക്കുള്ള കത്തിയെടുത്തു. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാം, അബ്രഹാം, ഇതാ ഞാൻ. ഈ നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഇസഹാക്കിന്റെ മേൽ കൈ വെക്കരുത്. നീ നിന്റെ ദൈവത്തെ ഭയപ്പെടുന്ന എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകും. കാരണം നീ ദൈവത്തെ നീ നിന്റെ കുഞ്ഞിനെ മേൽവെക്കാൻ മടി കാണിച്ചില്ല. അങ്ങനെ അബ്രഹാം മേലോട്ട് നോക്കിയപ്പോൾ കണ്ടു. ഇസഹാക്കിന്റെ പകരം ആടിനെ വീട്ടിൽ വെച്ചു. ദൈവത്തിന്റെ